ഓം നമോ നാരായണായ. നാരായണീയം ദശകം 3, ശ്ലോകം 9. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോബി സുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിതം അകീർത്തിസ്തേ മാ ഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തംസം ഝടിതി ഗുരുമാം കംസദമന. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ സ്മരിക്കാത്തവർ കൂടി സുഖികളായിരിക്കുന്നുണ്ട്. ഈശ്വരപ്രേമിയായ ഈ ഞാനാകട്ടെ വളരെയധികം സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇതെന്താണ് ഭഗവാനെ? ഈശ്വരപ്രേമിക്ക് ദുഃഖവും ഈശ്വരദ്വേഷിക്ക് സുഖവും പ്രദാനം ചെയ്യുന്നതും അങ്ങേക്ക് അകീർത്തികരമല്ലേ? ഹേ കംസാരി, കൃഷ്ണ, വരദ, എൻ്റെ സഹിക്കാനാവാത്ത രോഗത്തെ മാറ്റി എന്നെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാകാൻ അനുഗ്രഹിക്കണമേ. ശ്ലോകം 10. കിമുക്തൈർഭൂയോഭി സ്തവ ഹി കരുണാ യാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പൂരക്ലപ്തേ വാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാ ശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ. ഇങ്ങനെ വളരെയധികം പറഞ്ഞിട്ടെന്തു പ്രയോജനം? ഭക്താഭീഷ്ടപ്രധാനായ ഹേ ഗുരുവായൂരപ്പ, അങ്ങേക്കതിൽ കരുണയുണ്ടാകുന്നതുവരെ ആവലാതി പറയുന്നതെല്ലാം അവസാനിപ്പിച്ച് എൻ്റെ മുമ്പിൽ ധ്യാനിച്ചുറച്ചിരിക്കുന്ന അങ്ങയെ തൃച്ചേവടികളിൽ നമിക്കുകയും നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടും കഴിയുന്നതുപോലെ പൂജാദികൾ ചെയ്തുകൊണ്ടും ദിവസം കഴിച്ചുകൊള്ളാം. ഈ ദശകത്തിൽ ആർത്തത്രാണപരായണനായ ഭഗവാൻ ഗുരുവായൂരപ്പനോട് ഒരാർത്തൻ്റെ പ്രലപനം എന്ന നിലയ്ക്കുള്ള പരിദേവനമാണ് കാണുന്നത്. രോഗം കൊണ്ടുള്ള ദുഃഖം കൂടുതലായതിനാൽ കവി ഭജനം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ എന്ന് അല്പസംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഒടുവിൽ ഭജനം തുടരാനും ഭഗവാനെ സ്തുതിക്കാനും തന്നെ തീരുമാനിക്കുന്നു. എന്തെന്നാൽ ഭവമോചനത്തിന്, ദുഃഖ നിവാരണത്തിന് ഭഗവത് ഭക്തിയും ഭക്തിയോടെയുള്ള ഈശ്വര ധ്യാനവുമാണ് പോം വഴിയെന്ന് ഭാഗവതവും അറിയിക്കുന്നുണ്ട്. ഓ